ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം പിന്നെയും ലൈവ് വന്നിരിക്കുകയാണ്. സോ നമ്മുടെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് ജീനു. ഞാനൊരു IT പ്രൊഫഷണലാണ്. ഞാൻ വാൻകൂവറിലാണ്. അപ്പം ഞാനൊരു ഓൺലൈൻ ഡിജിറ്റൽ ബിസിനസ് മെൻറ്ററും കൂടിയാണ്. എൻ്റെ കൂടെ ഉള്ളത് ബാക്കി ഓൺലൈൻ ബിസിനസ്സിൽ ഞങ്ങളുടെ മെൻറ്റേഴ്സ് ആയിട്ടുള്ള സോണിയ, പ്രീതി, ചിഞ്ചു ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസിനെ കുറിച്ചാണ്. കുറച്ച് Q&As നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒരു 4 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്താണ് ഈ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്? അപ്പം ഇതിന്റെ പേര് പറയുന്നത് പോലെ ഇതൊരു ജോബ് അല്ല, ഇതൊരു ബിസിനസ് ആണ്. അപ്പം ഇതിന് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 7 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ നമ്മുടെ ബിസിനസ് മോഡലിനെ മാർക്കറ്റ് ചെയ്യും. പിന്നെ പലപ്പോഴും പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സെയിൽസ് ഒക്കെ ചെയ്യേണ്ടി വരും? നമ്മൾ സെയിൽസ് ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ മാർക്കറ്റിംഗ് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ എന്നോട് ചോദിക്കാറുണ്ട്, പ്രോഡക്ട്സും കമ്പനിയും ഒക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യണമെന്ന്. ഇല്ല, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മളുടെ പേറ്റന്റഡ് ആയിട്ടുള്ള ബിസിനസ് മോഡലിനെയാണ്. ഓക്കെ, ഇനിയിപ്പം ഇതിന് എളുപ്പത്തിൽ പറയുവാണ്, ഇതിന് ഫ്രാഞ്ചൈസ് ബിസിനസ് മോഡൽ എന്ന് പറയും. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോൾ മെക്ഡോണൾഡ്സിനെ പറ്റി ചിന്തിക്കുക. നമ്മൾ മെക്ഡോണൾഡ്സ് നമുക്ക് ഫ്രാഞ്ചൈസ് ആയിട്ട് എടുത്തിട്ട് നമുക്കൊരു ഓഫ്ലൈൻ ആയിട്ടുള്ള ബിസിനസ് തുടങ്ങാൻ പറ്റില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്രാഞ്ചൈസ് ബിസിനസ് മോഡൽ അവൈലബിൾ ആണ്. അത് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അതിന്റെ ഫ്രാഞ്ചൈസ് എടുത്ത് നമ്മൾ ഓൺലൈൻ ബിസിനസ് ആയിട്ട് തുടങ്ങുന്നു, നമ്മുടെ സ്വന്തം പേരിൽ തുടങ്ങുന്നു. ഓക്കെ, ഇനി ഇതിനൊരു ബിസിനസിനെ ബോക്സ് ആയിട്ട് പറയാം. കാരണം നമുക്ക് ഇതിനകത്ത് വേണ്ട ട്രെയിനിങ്സും സപ്പോർട്ടും എല്ലാം, സിസ്റ്റവും ഓട്ടോമേറ്റഡ് സിസ്റ്റവും എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് പറയാനുള്ള കാര്യം, നമ്മൾ കുറെ കമ്പനീസുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 51 years ആയിട്ടുള്ള കമ്പനി ആയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിന് സെയിൽസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കമ്പനീനെയോ പ്രോഡക്ട്സിനെയോ മാർക്കറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഡിജിറ്റൽ നമ്മുടെ ബിസിനസ് മോഡലിനെ മാത്രമാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി ടെക്നിക്കൽ സ്കിൽസോ സോഷ്യൽ മീഡിയ സ്കിൽസോ മാർക്കറ്റിംഗ് സ്കിൽസോ വേണമെന്നുള്ളതാണ്. അപ്പം അതിന്റെ ആൻസർ പറയുന്നത് ചിഞ്ചു ആണ്. താങ്ക് യു ചിനു. സോ എൻ്റെ പേര് ചിഞ്ചു. ഞാനിവിടെ കാനഡയിലാണ്, കാനഡയിലെ നയഗ്രയിലാണ് ഉള്ളത്. പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എന്താ പറയാ, എപ്പോഴും ഞാനിങ്ങനെ റിലേറ്റ് ചെയ്ത് പറയും. കാരണം ഞാൻ ആ ഒരു ഫീൽഡിൽ നിന്ന് വന്ന ഒരാളല്ല. എൻ്റെ എന്താ പറയുക, സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കസ്റ്റമർ സർവീസ് കൺസൾട്ടന്റ്, ആ ഒരു ഫീൽഡിലാണ് ഞാൻ പഠിച്ചതും ജോലി ചെയ്തിരുന്നതും ഒക്കെ. അപ്പോൾ ഈ ഒരു സെയിൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സ്കിൽസോ അങ്ങനെ ഒന്നുമില്ല. ഒരു സ്ക്രാച്ച് നിന്ന് തുടങ്ങി. ഈവൻ ഫേസ്ബുക്ക് പോലും എനിക്ക് ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മള് ഇതിനെ ബിസിനസിനെ കുറിച്ച് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് സോഷ്യൽ മീഡിയ സ്കിൽസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ അതിലോട്ട് ആക്റ്റീവ് അല്ല, ടെക്നിക്കൽ സ്കിൽസ് ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ട ഒരു ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ടെക്നിക്കൽ സ്കിൽസ് ഇല്ലാതെ എങ്ങനെ ചെയ്യുന്നു? അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി തന്നെ ഷെയർ ചെയ്യും. ഞാൻ ആ ഒരു ഫീൽഡിൽ നിന്ന് വന്ന ഒരാളല്ല. ഇതിനങ്ങനെ നമുക്ക് ഏറ്റവും ബേസിക്, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഒരു ഫോൺ യൂസ് ചെയ്യാൻ അറിയാം, വേറെ ഒന്നും വേണ്ട. ഒരു ഫോണും വൈഫൈയും ഉണ്ടെങ്കിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാരണം ഇതിൽ തരുന്ന ട്രെയിനിങ് ഒരു 2-3 minutes വരുന്ന വീഡിയോസ് ആണ് എല്ലാം വരുന്നത്. അതിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്കിങ്ങനെ ഈ സ്പൂൺ ഫീഡ് തരുന്ന പോലത്തെ ട്രെയിനിങ്. കാരണം ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാനും അതിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് അത്ര ഈസിയാണ്. അതായത് നമുക്ക് മുന്നേ കൂട്ടി എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ടെക്നിക്കൽ സ്കിൽസ് വേണ്ട. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് നമുക്ക് നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് സൈറ്റിൽ കിട്ടുമ്പം ആ ഒരു ഫോൺ യൂസ് ചെയ്ത് നമുക്കൊരു എല്ലാം പോട്ടെ, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ഒരു 20 minutes നമുക്ക് ഡെയിലി സ്പെൻഡ് ചെയ്യാനുണ്ടോ, ഈ ബിസിനസ് ഈസി ആയിട്ട് ചെയ്യാം.
അത്രയും മതി. നമുക്ക് അതിനൊരു ഇത്രയും ഒരു IT ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ഒന്നും വേണ്ട. ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പം കറന്റ്ലി വീട്ടിലിരുന്നോണ്ടാണ് ചെയ്യുന്നത്, കുട്ടികളോടൊപ്പമാണ് ചെയ്യുന്നത്. അപ്പം ആർക്കും എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാം. അങ്ങനെ ഒത്തിരി ഡൗട്ട് ഉണ്ട്. ടെക്നിക്കലായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ ഇതിൽ എങ്ങനെ നമ്മളെ മാർക്കറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ട്രെയിനിങ് സൈറ്റ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് അതിന് വേണ്ടി സ്പെഷ്യൽ സ്കിൽസ് ഒന്നും വേണ്ട, ആർക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ള ആൻസർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷിഞ്ചു. അപ്പം അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് സമയമില്ല, ഞാൻ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമുക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുള്ള ഒരാളാണ്. അപ്പം ഇന്നത്തെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ഇത് ഒത്തിരി സമയം എടുക്കും ഈ ബിസിനസ് ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് പ്രീതിയാണ്. താങ്ക് യു ചീനു. എൻ്റെ പേര് പ്രീതി ഷിജോ. ഞാനിവിടെ കാനഡയിലെ ബ്രാംപ്ടണിലാണ്. എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. ഞാൻ വിത്ത് ഫാമിലിയോടൊപ്പം ഓൾമോസ്റ്റ് 8 years ആയിട്ട് കാനഡയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര പവർഫുൾ ആണ്. കാരണം ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കിത് ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്കിതിനു വേണ്ടി ഒരുപാട് സമയം ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടി വരുമോ എന്നൊക്കെ. കാരണം എല്ലാവരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പം നമുക്ക് അറിയാം. അപ്പൊ ആ ഒരു ചില ആൾക്കാർക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിനു വേണ്ടി ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യണോ, അല്ലെ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലമാണ് പല ആൾക്കാരിലും കാണാറുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ഈ ബിസിനസ് എന്ന് പറയുന്നത് സച്ച് എ ബ്യൂട്ടിഫുൾ സിസ്റ്റം ഉണ്ട് ഞങ്ങൾക്ക്. അതൊരു പ്ലഗ് ഇൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ പ്ലഗ് ഇൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ഇസ് എ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ആ പ്ലഗ് ഇൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മളുടെ എനി ടൈം, നമ്മൾ പറയും എനി ടൈം എനിവേർ വി ക്യാൻ ഡു ദിസ് ബിസിനസ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഫുൾ ടൈം ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു നഴ്സസിന് അല്ലെ 4 ദിവസമായിരിക്കാം ജോലി വരുന്നത്. അപ്പൊ നമ്മൾ എത്ര ടൈം നമ്മുടെ ഫോണിൽ സ്ക്രോൾ ചെയ്തൊക്കെ സമയം നമ്മൾ കളയുന്നുണ്ട്. നമ്മുടെ ആ 1 മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ 1 hour നമ്മൾക്ക് ഈ ബിസിനസ്സിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ ബിസിനസ് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ്സാണ്. അല്ലാതെ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 8 മണിക്കൂറോ 10 മണിക്കൂറോ ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്ന എന്നാന്ന് പറഞ്ഞാൽ നല്ലൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം ബിസിനസ്സിൽ, നമുക്കൊരു നല്ലൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, പിന്നെ അതുപോലെ ലേൺ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാനൊരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന വ്യക്തി ആയതുകൊണ്ട് അപ്പൊ എനിക്ക് നഴ്സിംഗ് ആ ഒരു കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ എന്താ പറയുക, ഒരു വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താന്നുള്ള പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു ആള് പുതിയതായിട്ട് എന്താ പറയുക ബിസിനസ്സിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്ക് ഒരു സൈഡ് ഹസിൽ വേണം, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഇപ്പൊ നമുക്ക് ഒത്തിരി പോക്കറ്റ്സ് ഓഫ് ടൈം, ഞാൻ പറഞ്ഞു നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ലൈക്ക് സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു 30 minutes 45 minutes ഒക്കെ നമുക്ക് അവിടെ കിട്ടും. ഇങ്ങനെയുള്ള ടൈമൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ ഈ ബിസിനസ് വർക്ക് ആവും. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ നമ്മൾ ഇതിനു വേണ്ടി കുറെ നേരം ഒന്നും ഇരിക്കണ്ട. ഇപ്പൊ ശരിയാണ്, നമ്മൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. എന്തെന്ന് പറഞ്ഞാലും ആ ക്വാളിറ്റി ഓഫ് ടൈം നമ്മൾ എത്ര കൊടുക്കുന്നോ അതിലാണ് ഇതിന്റെ അകത്തെ കാര്യമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മളൊരു ഫുൾ ടൈം ജോലിക്കാരോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവർക്കോ ആർക്കും ഈ ബിസിനസ് നിങ്ങളുടെ ജോലിയോടൊപ്പം കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമുക്കിപ്പം ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് 12 hour ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ബ്രേക്ക് ടൈം ഫുൾ ടൈം ഇരുന്ന് നമ്മൾ ബിസിനസ് ചെയ്യാന്നുള്ളതല്ല, നമുക്ക് അതിന്റെ അകത്തെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു 30 minutes മാറ്റി വെക്കാമെങ്കിൽ നമുക്ക് അതിന്റെ അകത്തെ വീഡിയോസ് കാണുമോ, അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് നോക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പലരും ചോദിക്കാറുണ്ട്, നമ്മൾക്ക് എന്താ പറയാ ഈ ബിസിനസ്സിൽ വന്ന ഉടനെ നമ്മുടെ ജോലി ക്വിറ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്യട്ടെ, അങ്ങനെ ചെയ്യേണ്ടി വരുമോ എന്ന്, അങ്ങനെ ചെയ്താൽ നമുക്ക് അത് വർക്ക് ആവുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറയാം, എന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മളിപ്പോ ഏത് ജോലിയിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം നമ്മളൊരു ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. എവറി ബിസിനസ് ദർ ഇസ് എ റിസ്ക് അല്ലെ. നമ്മൾ അതിനെ വളർത്തി ഗ്രോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി വരുമ്പോഴാണ് ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് അതിന്റെ ഇൻകവും, പിന്നെ നമുക്ക് അതിന്റെ എന്താ പറയാ നമ്മൾ തന്നെ അത് കാണണം. ട്രൂലി ഒരു ഫ്രൂട്ട് ഉണ്ടാകാൻ നമ്മൾ സമയം കൊടുക്കുന്നത്
പറയുന്നത് പോലെ നമ്മളത് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾക്ക് വൺസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ പ്ലാൻ എ നേഴ്സ് ആണെങ്കിൽ പ്ലാൻ ബി ആയിട്ട് ഞാൻ ഈ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫുൾ ടൈം ആയിട്ട് ഈ ജോലിയോടൊപ്പം ഈ ബിസിനസ്സും വീട്ടിലിരുന്ന് നമ്മൾ അതിനെ വളർത്തിക്കൊണ്ട് വരണം. എന്നിട്ട് നമുക്ക് തോന്നുവാണ് പ്ലാൻ ബി ഈസ് വർക്കിംഗ് നൈസ്ലി എന്ന് തോന്നുന്ന സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫുൾ ടൈം ജോലിയൊക്കെ കുറയ്ക്കാൻ പറ്റും. നമ്മളല്ല എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുന്നവരാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഈ ബിസിനസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നാണോ നിങ്ങൾക്ക് ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത്, ഓക്കെ ഐ ആം റെഡി ടു ഗോ ഫ്രം പ്ലാൻ ബി ടു പ്ലാൻ എ, അന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഫുൾ ടൈം എന്നോ പാർട്ട് ടൈം എന്നോ ഒന്നുമില്ല. ഇത് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 1 hour അല്ലെ 2 hours ഡെയിലി നമ്മൾ അതിനു വേണ്ടി നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ 3 ദിവസം 4 ദിവസം ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് നേരത്തെ. അപ്പം ഇതിനു വേണ്ടി മെനക്കെടുവല്ല നമ്മൾ ചെയ്യുന്നത്. ഇതൊരു സൈഡ് ഹസലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പ്ലാൻ ബി എ പ്ലാൻ എ ആക്കാനുള്ള ഒരു മനസ്സ് വേണം നമുക്ക് ലേൺ ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം വേണം. കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ബിസിനസ് വർക്ക് ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീതി ഫോർ ക്ലിയർലി എക്സ്പ്ലെയിനിങ് ദാറ്റ്. ഇനി വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന് ഇൻവെസ്റ്റ്മെന്റ് വേണോ എന്നുള്ളത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോണിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിയ. ഞാനിപ്പോ കാനഡയിലാണ്. 2 കൊല്ലമായിട്ട് കാനഡയിൽ ഉണ്ട്. ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പൊ 1.5 കൊല്ലമായി. ഇപ്പൊ ഒരു മെന്ററാണ്. നാട്ടില് ഒരു ആക്ടർ ആയിരുന്നു. 2 കുട്ടികളും ഹസ്ബൻഡുമായിട്ട് ഇവിടെ കാനഡയിൽ ആൽബർട്ടിയിൽ സെറ്റിൽഡ് ആണ്. സോ ജീനു പറഞ്ഞ പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ, അത് പൈസ ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അല്ല. എല്ലാവരും ആദ്യം തന്നെ ചിന്തിക്കുന്നത് എനിക്കൊരു ബിസിനസ് ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, പക്ഷെ എനിക്ക് പൈസ ഇടാനുള്ളൊരു ഇല്ല എന്നുള്ളതാണ് സാധാരണ പറയാറ്. പിന്നെ കുറെ പേര് ഈ ബിസിനസിനെ പറ്റി അറിയുന്ന കുറെ പേര് ചോദിക്കുന്നതാണ് 149 നമ്മുടെ ജോയിനിങ് ഫീസ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ഇൻഫോർമേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് 149 വിച്ച് ഈസ് റീഫണ്ടബിൾ വിത്തിൻ 30 days. ആ എമൗണ്ട് ആണോ ഇതിലെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. വളരെ ഓപ്പൺ ആയി പറയാം, അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, അതൊരു ജോയിനിങ് ഫീസ് മാത്രമാണ്. രജിസ്ട്രേഷൻ ഫീസ് വിച്ച് ഈസ് റീഫണ്ടബിൾ. നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ 149 പേ ചെയ്യുന്നത്. അത് ഇറ്റ്സ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ്. സോ അത് റീഫണ്ടബിൾ ആയിട്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. ഇത് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പേ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് അറിയാം, പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണ്ടാന്നാണെങ്കിൽ അത് തിരിച്ചു കിട്ടും. ഓക്കെ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഓഫ്കോഴ്സ് നമ്മളിതൊരു ബിസിനസ് ആണ്, ഇതൊരു ജോബ് അല്ല. ജോബിനാണെങ്കിൽ ഓക്കെ, നമുക്ക് പൈസ ഒന്നും ഇല്ലാതെ ജോബാണ് കിട്ടുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വേണം. അത് ഏതൊരു ബിസിനസ് ആണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. എന്താണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ്, എന്താണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണയായിട്ട് ആലോചിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റോ ഇല്ലെങ്കിൽ ബൊട്ടീക്കോ, സാധാരണയായിട്ട് അതൊക്കെയാണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വലിയ എമൗണ്ടിന്റെ ആവശ്യമുണ്ട്. നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. റെന്റിന് നമുക്ക് റെന്റിന് സ്ഥലം വേണം, ഒരു റൂം വേണം, ഇല്ലെങ്കിൽ ഇൻവെന്ററി വേണം, സ്റ്റാഫ്സ് വേണം. അതിനൊക്കെ പൈസ, എല്ലാം കൂടി കുറെ പൈസ ചെലവ് ഉള്ള കാര്യങ്ങളാണ് പ്രൊഡക്ട്സ്, കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. വി ഡു ഹാവ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. അതിപ്പം ചെറിയ എമൗണ്ടിൽ നിന്ന് തുടങ്ങി വലിയ എമൗണ്ടിലേക്ക് വരെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ആ ജേർണി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയുള്ളതിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കമ്മീഷൻസ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിലാണ് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞുതരും, ഓഫ്കോഴ്സ് ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, ഇതൊക്കെയാണ് നല്ല നല്ല കാര്യങ്ങൾ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മൾ മെന്ററായിട്ടും കോച്ചായിട്ടും ട്രെയിനിങ് മീൻസ് പ്രീ കോച്ചിങ് വീഡിയോസ് ആയിട്ടും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഏത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് വേണ്ടത്. പക്ഷെ ഇതൊരു ജോബാണ്. എനിക്കിപ്പം 2 ദിവസം മുമ്പ്, ഇല്ലെങ്കിൽ ഇന്നലെ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചതാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഹസ്ബൻഡ് എന്നോട് എനിക്ക് സമ്മതിക്കുന്നില്ല, കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന്. എനിക്കത് കേട്ടപ്പോൾ സത്യമായിട്ടും ചിരിയാണ് വന്നത്. കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ബിസിനസ് അല്ല അത്.
ഈ ബിസിനസ് എന്നാണെങ്കിൽ അഫ്കോഴ്സ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ. അത് നമ്മൾ സാധാരണക്കാർക്ക് നമുക്കിപ്പോൾ ഒരു സ്വപ്നമുണ്ട്, ഒരു ബിസിനസ് ചെയ്യണം, നമ്മുടെ ലൈഫൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചേഞ്ച് ആവണം, എനിക്ക് ഈ ഒരു 9 to 5 ജോബിൽ നിന്ന് മാറി എന്റേതായ ടൈം കണ്ടെത്തി പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളവർക്ക് ഉള്ളതാണ് ഈ ഒരു ബിസിനസ്. ബിക്കോസ് നമുക്ക് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ചെറിയ പൈസയിൽ സ്റ്റാർട്ട് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, അത്രയും മില്യനേഴ്സ് ആവേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി, അത്രയും ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ തരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി കുറേ പൈസ ചെലവാക്കുന്നുണ്ട്. എന്താലോചിച്ചിട്ടാണ്? നമ്മളൊരു ദിവസം പഠിച്ച് വലിയാളായി നമുക്ക് അതിനുള്ള റിട്ടേൺസ് കിട്ടും. നമുക്ക് ഈ ചെലവാക്കിയ പൈസേനെ കാട്ടിയും കുറെ പൈസ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് കാരണമാണ് നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ എത്ര പേരാണ് ആ പഠിച്ച് അത്രയും കിട്ടി തുടങ്ങുന്നുണ്ടാവുക, ഇല്ലെങ്കിൽ അത്ര സാലറി കിട്ടുന്നുണ്ടാവുക? കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. മേ ബി 50-50 എടുക്കാം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ്. അത് വിചാരിച്ച് പഠിക്കാണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇതങ്ങനെയല്ല, എപ്പോഴും ഗ്രോത്ത് ഉള്ളൊരു ബിസിനസ്സാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും ഇപ്പം ചെലവാക്കേണ്ട കാര്യം മാത്രമാണ് ആലോചിക്കുന്നത്. അത് ചെറിയ എമൗണ്ട് ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത്രയും പൈസയുള്ളോ ഈ ഒരു ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിക്ക്? അപ്പൊ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഈ ഒരു ബിസിനസ്സിന് ഇത്രയും പൈസയോ, അതല്ല. നമ്മൾ ഇതിനൊക്കെ ഇത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിക്ക് ഇത്ര ചെറിയ പൈസക്കാണ് നമുക്ക് കിട്ടുന്നത്. വി ഡു ഹാവ് ഓപ്ഷൻസ്. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സോ ഇതാണ് എനിക്ക് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു സോണിയ. സോണിയ അത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു ബിസിനസ് ആണ്, ഇതൊരു ജോബ് അല്ല. ഡെഫിനറ്റ്ലി ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിസിനസ് പോലെ ഇൻകം പൊട്ടൻഷ്യലും ഇതിനുണ്ട്, ഏതൊരു ബിസിനസിനെ പോലെ. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്തത്. നമ്മൾ ഇനിയും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വേറെ ലൈവ്സിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സ് ഇങ്ങനെയാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ഇമെയിൽ ഐ ഡിയും വെച്ച് നമ്മുടെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്താൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 20 മിനിറ്റ്സിന്റെ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ആക്സസ് തരും. അത് ജസ്റ്റ് ബിസിനസിന്റെ ഒരു ഓവർവ്യൂ മാത്രമാണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിലാണ് നമ്മൾ സോണിയ പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് USD 149 പേയ്മെന്റ്. അത് പറഞ്ഞ പോലെ എടുത്ത് പിന്നെയും പറയുകയാണ്, അത് റീഫണ്ടബിൾ വിത്തിൻ 30 days ഓഫ് ട്രയൽ പീരീഡ് ആണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു 3-4 അവേഴ്സിന്റെ പ്രൊഫഷണലി ക്രിയേറ്റഡ് വീഡിയോസ് ആയിട്ടാണ് ഈ ബിസിനസ് മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊരു കോളിലോ ഒരു ലൈവിലോ ഒന്നും ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ടാണ് അങ്ങനെ പ്രൊഫഷണലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ടൈം ഫ്രീഡത്തിന് വേണ്ടിയും കൂടിയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു റീസണും കൂടി. അപ്പൊ നിങ്ങളുടെ പേസിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അതിലെ എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, എങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ്, എന്തൊക്കെയാണ് സ്ട്രാറ്റജി, ഏതൊക്കെ കമ്പനീസുമായിട്ട് നമ്മൾ അഫിലിയേറ്റഡ് ആണ്, നമ്മുടെ ഇൻകം സ്ട്രക്ചർ, എല്ലാം വളരെ ക്ലിയർലി നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ചോയ്സ് ആണ് മുന്നോട്ട് പോകണോ വേണ്ടെന്നുള്ളത്. നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ 30 days ഓഫ് ട്രയൽ പീരീഡിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ മാത്രം അയച്ചാൽ മതി, അത് റീഫണ്ട് ചെയ്യുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഗൈഡും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ആരെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. Okay, so hope you all have a wonderful day or night or evening from wherever you are watching us from, and take care. See you later. Bye bye. Bye.